ഹായ് ഹലോ വെരി ഗുഡ് മോർണിംഗ്. FM എപ്പിസോഡ് 2 ഏവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യ എപ്പിസോഡ് അതിമനോഹരമായി വിജയിച്ചു. അതിലും രസകരമായ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നെ നേരെ കാര്യത്തിലേക്ക്. ഫസ്റ്റ് സെഗ്മെന്റ് ജസ്റ്റ് ടോക്ക് ഓർ ഡെയിലി ഡോസ്. വഴിയെ പോകുന്ന വയ്യാവേലികൾ തലയിൽ വലിച്ചു കയറ്റാൻ +2 കൊമേഴ്സ് ഒന്നാമത്. ആരെവിടെ അടിയുണ്ടാക്കിയാലും +2 കൊമേഴ്സ് അവിടെ കാണും. അവർ അതിൽ പങ്കാളികൾ അല്ലെങ്കിൽ പോലും അതിനകത്ത് അവരുണ്ട്. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് +2 കൊമേഴ്സ്. ഇത് ഒരു അലങ്കാരവും അഹങ്കാരവും. എന്നാൽ പിന്നെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ക്ലാസ് റൂം ടോക്സ്. 3 മാസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടും +2 സയൻസ് വിദ്യാർത്ഥി അവൻ്റെ പഠിക്കാനുള്ള അതിയായ ആഗ്രഹം മൂലം അവൻ സ്കൂളിലെത്തി. അധ്യാപകരും സഹപാഠികളും അവനെ അഭിനന്ദിച്ചു. കഴിക്കാൻ ദോശ തരാത്തതിന്റെ പേരിൽ +2 കൊമേഴ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് വഴക്ക്. ഇടയ്ക്ക് കയറിയ അധ്യാപകനും ദോശയുടെ പേരിൽ തല്ല്. 1 മണിക്കൂർ പോലും പഠിപ്പിക്കാതിരിക്കാൻ പറ്റാത്ത കണക്ക് മാഷ് കഴിഞ്ഞ ഒരാഴ്ച ക്യാമ്പിൽ പോയി ചില്ലായി. എന്നിട്ടോ വന്ന അന്ന് തന്നെ ഒരു പാഠം അങ്ങോട്ട് തീർത്തു. ഒരിടത്ത് ഇങ്ങനെയാണെങ്കിൽ മറ്റൊരിടത്ത് വേറൊരു തരത്തിൽ. NSS വോളണ്ടിയർ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പിനിടയ്ക്കും 15 ദിവസം മാറി നിൽക്കാൻ പറ്റാത്ത ഒരിടത്തായിട്ട് പോലും കുട്ടികളെ കാണാതിരിക്കാൻ കഴിയാത്ത അക്കൗണ്ടൻസി സാർ ദിവസവും ക്ലാസ്സിൽ. 2 സാറുമാരുടെയും ആത്മാർത്ഥത ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതി ചേർക്കണം. കുട്ടികളുടെ പൈസ പിരിക്കാനായി മലയാളം അധ്യാപിക. സ്കൂൾ ബസ് ഫീസ് പിരിക്കുവാനായി മലയാളം അധ്യാപിക വളരെ ഇമോഷണലായി കുട്ടികളുടെ അടുത്ത് സമീപിക്കുന്നു. പോരാത്തതിന് എല്ലാ പണമിടപാടുകളും ടീച്ചറാണ് ഡീൽ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ടീച്ചറിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി കുട്ടികൾ എല്ലാവരും കൂടെ നിൽക്കുക. ആ പാവത്തിനെ വെറുതെ വിഷമിപ്പിക്കരുത്. ഇന്നലെ നമ്മുടെ സ്കൂളിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടന്നു. 1ാം സ്ഥാനം +2 വിദ്യാർത്ഥിനി ജോസ്നിക്കും തൊട്ടു പിന്നാലെ 2ാം സ്ഥാനവുമായി +1 വിദ്യാർത്ഥി ആൽവിനും. ഇവരെക്കാളും ഏറെ ശ്രദ്ധേയനായത് മറ്റൊരാൾ. ഇൻവിജിലേറ്ററായി എത്തിയ വോളണ്ടിയർ ലീഡർ അതുലിനോട് ഉത്തരങ്ങൾ നെറ്റിൽ നോക്കി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച +1 വിദ്യാർത്ഥി ടൈറ്റസ് ആണ് ആ താരം. നെക്സ്റ്റ് സെഗ്മെന്റ് സ്റ്റാഫ് റൂം സ്റ്റോറീസ്. കുട്ടികളെ പഠിപ്പിക്കുവാനായി അധ്യാപകർ തമ്മിലടി. എനിക്ക് വേണം ആ ക്ലാസ്, എനിക്ക് വേണം ഈ ക്ലാസ്, എനിക്ക് എങ്ങനെ പോയാലും ഇവരെ പഠിപ്പിച്ചേ പറ്റൂ. ഇന്നത്തെ എൻ്റെ അവർ നിങ്ങൾ എടുത്തു, പക്ഷെ നാളത്തെ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും അവർ എനിക്ക് തരണം. ഇങ്ങനെ ഇവർ അടി തുടരുന്നു. ഒറ്റ കാരണം, കുട്ടികളെ പഠിപ്പിക്കണം. അടുത്ത സെഗ്മെന്റ് കംപ്ലൈന്റ് കോർണർ. ആര് എവിടെ അടിയുണ്ടാക്കിയാലും എല്ലാം +2 കൊമേഴ്സിന് ബാധ്യതയാകുമോ? കഴിഞ്ഞ ദിവസം +1 സയൻസ് വിദ്യാർത്ഥിനിയും +2 സയൻസ് വിദ്യാർത്ഥിനിയും തമ്മിൽ വാക്കുതർക്കം. അടി ഉണ്ടാക്കിയത് എവിടെ? +2 കൊമേഴ്സിന്റെ വാതിക്കൽ. എന്നാൽ പ്രശ്നം ഉണ്ടാക്കിയവനും പ്രശ്നം കാണാൻ വന്നവനും ഒന്നും പ്രതിയായില്ല. പ്രതി ഒന്ന് മാത്രം, +2 കൊമേഴ്സ്. മറ്റൊരു കംപ്ലൈന്റ് കൂടി. +1 പ്രവേശനോത്സവത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിയ MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ കുട്ടികൾക്ക് ഒരു വാഗ്ദാനം ഉറപ്പിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണാനായി ഞാൻ എത്തുമെന്ന്. എന്നിട്ട് 2 വാക്ക് സംസാരിക്കുമെന്നും പറഞ്ഞു. ഇതുവരെയും ആളെ ഈ പരിസരത്തൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. അടുത്ത സെഗ്മെന്റ് ഡൗട്ട് ബോക്സ്. കഴിഞ്ഞ ഒരാഴ്ച സ്റ്റോറിൽ മോഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പുള്ള ആഴ്ചയും ഈ ആഴ്ച മുതലും സ്റ്റോറിലെ തേൻമുട്ടായി മോഷണം പോകുന്നതായി പരാതി കിട്ടി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വലിയൊരു സംശയവും ചോദ്യചിഹ്നവുമായ ഇതിന് ഒരു ഉത്തരം എത്രയും പെട്ടെന്ന് അധ്യാപകർ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചു മുന്നേ കിട്ടിയത് ഒരു ക്ലാസ് റൂമിന്റെ പരാതിയാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് മുഴുവൻ ആൺകുട്ടികളുടെയും സംശയമാണ്. ഒരു ബാത്റൂം ഉണ്ടാക്കിയിട്ടിട്ട് ഇതുവരെയായിട്ടും അതൊന്ന് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അടഞ്ഞുമൂടിയ ഒരു സ്മാരകമായി മാറുമോ എന്നൊരു സംശയം കൂടി ഇവർക്കുണ്ട്. ഇതൊന്ന് പരിഹരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അറിയിക്കുക. അധ്യാപകർ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തുക. ലാസ്റ്റ് സെഗ്മെന്റ് ടുഡേയ്സ് തോട്ട് ബബിൾ. പറയാനുള്ളവരേക്കാൾ കേൾക്കാൻ ഉള്ളവരാകാൻ ശ്രമിക്കൂ. കാരണം മനസ്സിൽ പറയുന്നത് ശബ്ദമല്ല, സഹാനുഭൂതിയാണ്. മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അയയ്ക്കുക. Have a nice day.